പാർട്ടിയുമായി വീണ്ടും ഇടഞ്ഞ ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. അതിനുള്ള കാരണങ്ങളും ജി സുധാകരൻ ഫേസ്ബുക്കിൽ വിശദമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താൻ അനുഭവിക്കേണ്ടി വന്ന ഒഴിവാക്കലിനെ കുറിച്ചുകൂടി അദ്ദേഹം പറയുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല എന്നാണ് ഈ തലമുതിർന്ന നേതാവ് പറയുന്നത്. ഒപ്പം എം.വി. ഗോവിന്ദന്റെ പരിഹാസത്തിലുള്ള നീരസം കൂടി ജി സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിഷമിപ്പിച്ച എം.വി. ഗോവിന്ദന്റെ ആ പ്രതികരണം. ഒരു വരിയൊന്നുമില്ല. എം.വി. ഗോവിന്ദന്റെ ആ ഉത്തരത്തിനൊപ്പം മാധ്യമപ്രവർത്തകർ ചിരിച്ചു എന്നതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ജി സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് മാതൃഭൂമി.comനോട് നൽകിയ അഭിമുഖത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം ജി സുധാകരൻ വ്യക്തമാക്കിയത്. എന്നാൽ അതിനോടും പാർട്ടിയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. പാർട്ടി തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഞാൻ ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഞാനൊരു 50,000 കൊണ്ട് ജയിച്ചത്. പ്രായം ഇതിലില്ലല്ലോ, അത് പാർട്ടിക്കകത്തുള്ള സ്ഥാനത്തിലേ ഉള്ളൂ. ടേമുണ്ടോ ഇപ്പോൾ? അങ്ങനാണെങ്കിൽ 2 തവണ തുടർച്ചയായിട്ട് ജയിച്ച ഐസക്കനെ 3ാമത്തെ തവണ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചേക്കാൻ പത്രത്തില് 3 തവണ MLA ആവുകയും 1 തവണ പാർലമെന്റിൽ 4 തവണ തുടർച്ചയായിട്ട് ജയിച്ച ആരിഫിനെ 5ാമത് മത്സരിപ്പിച്ചല്ലോ കഴിഞ്ഞാണ്, തോറ്റുപോയതിനെ കഴിഞ്ഞാണ്. അതെങ്ങനെയാണ്? അങ്ങനെ ആരല്ല, ജയിക്കുന്നവരെ മത്സരിക്കാവും. ജയിക്കുന്നവരെ നോക്കി മത്സരിപ്പിച്ച് ജയിക്കുന്ന MLA അസംബ്ലി പോയി ഈ പ്രസ്ഥാനത്തിലൂടെ രാജ്യം ശ്രദ്ധിക്കുന്ന പ്രസംഗം നടത്തണം, ഇടപെടൽ നടത്തണം. ഏത് സീറ്റ് നിന്നാണ് ഞാൻ ജയിക്കും, ഇവിടെ അല്ല മാത്രമല്ല, ഏത് സീറ്റ് നിന്നാലും ജയിക്കും. 9 സീറ്റിൽ 9 എന്നാലും ജയിക്കും, ഉറപ്പുള്ള കാര്യം. എന്താ ജയിക്കാതിരിക്കേണ്ട കാര്യം? ഏത് കൊച്ചു കുഞ്ഞിനെ എന്നെ അറിയാം. 70 വയസ്സ് കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിൽ നടത്താനുള്ളവരല്ല ഞങ്ങളാരും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്ഥിരകൾക്ക് ഓടുക. ആ രക്തഓട്ടം ഉള്ള കാലത്തോടെ രാഷ്ട്രീയം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് പ്രാക്ടീസ് ചെയ്തത്. ഇത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞ നേതാവാണ് ഇനി പാർട്ടി അംഗത്വം പുതുക്കാനില്ല എന്ന് ഇന്ന് സോഷ്യൽ മീഡിയയുടെ വ്യക്തമാക്കിയത്. എന്നാൽ പാർട്ടി വിടുമെന്ന് ജി സുധാകരൻ പറയുമെന്ന് തോന്നുന്നില്ല എന്നാണ് EP ജയരാജന്റെ പ്രതികരണം. പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന ചോദ്യത്തിന് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറായ പാർട്ടിയാണ് CPM എന്നും EP വ്യക്തമാക്കി. അതേസമയം ജി സുധാകരന്റെ തുറന്നു പറച്ചിലിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് മന്ത്രി സജി ചെറിയാൻ. നല്ല പക്വതയും കുറെ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒന്നിച്ച് വന്നവരാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് കാലത്ത് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന സഖാവായിരിക്കില്ല അദ്ദേഹം. ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. അതിന്റെ ഭാഗമായിട്ട് പരാതികളൊക്കെ വരും, അത് കേൾക്കും, പരിഹരിക്കും, ജനതാല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഇതെല്ലാം കൂടിയാലോചിച്ചാലേ പറയാൻ പറ്റൂ. ഒറ്റയ്ക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാം. ഞാനത് കണ്ടില്ല, നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാം. മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് പറഞ്ഞാൽ പാർട്ടി വിടുന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, എനിക്കറിയില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. അല്ല, അദ്ദേഹമല്ല, സാങ്കേതികമായി അതല്ലേ അർത്ഥം? ഒരാൾ മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് അത് പാർട്ടിക്കകത്ത് പിന്നെ അങ്ങനെ പുതുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല. അല്ല, അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ്. ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് അയച്ചതാ. എന്താണല്ലേ പ്രധാനപ്പെട്ട നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താലേ അദ്ദേഹത്തിന് കാണാൻ കഴിയും. അതേസമയം ജി സുധാകരന് പാർട്ടി അംഗത്വം പുതുക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യാമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതിന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നുവെന്ന് അർത്ഥമില്ല എന്നും TP രാമകൃഷ്ണൻ പറയുന്നു. CPIMന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് അതിൻ്റെ ഒരു സംഘടനാപരമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാൻ അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമേ മെമ്പർഷിപ്പ് പുതുക്കുന്ന പ്രക്രിയ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാതെ, മെമ്പർഷിപ്പിന്റെ സ്ക്രൂട്ടിനി പൂർത്തീകരിക്കാതെ പാർട്ടി മെമ്പർഷിപ്പിന്റെ എന്താണ് നില എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് മാറി നിൽക്കാം, പാർട്ടി അനുഭവം തുടരാം. ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് നാരായണൻ. രഘു, ഒറ്റ ചോദ്യമേ ഉള്ളൂ, കളം മാറി ചവിട്ടുമോ ജി സുധാകരൻ?
ആ ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ കൃത്യമായൊരു ഉത്തരം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നിൽ ദിവിഷ് ചോദിച്ചതുപോലെ അദ്ദേഹം കളം മാറി ചവിട്ടാം. ഏതെങ്കിലും പാർട്ടിയിൽ അദ്ദേഹം ചേരുമെന്ന് ഈ ഘട്ടത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് അമ്പലപ്പുഴയിലോ മറ്റോ സ്വതന്ത്രനായി മത്സരിക്കും. അദ്ദേഹത്തെ UDF പിന്തുണയ്ക്കാനുള്ളൊരു വിദൂരമായൊരു സാധ്യത ഉണ്ട് എന്ന് മാത്രവുമല്ല, അക്കാര്യങ്ങളൊക്കെ ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ UDFന്റെ സ്വതന്ത്രനാകുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ അപ്പോഴും ജി സുധാകരനെ പോലെ ഇത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യം വ്യക്തിപരമായി അദ്ദേഹത്തിനുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു രക്തസാക്ഷി കുടുംബമാണ്. ജി ഭുവനചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഭുവനചന്ദ്രൻ എല്ലാ കാലത്തും പാർട്ടിയുടെ ഏറ്റവും വലിയ രക്തസാക്ഷികളിൽ ഒരാളാണ്. SFIയുടെ ധീര രക്തസാക്ഷിയാണ്. അങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലമുള്ള അദ്ദേഹം ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൻ്റെ പേരിൽ കളം മാറിയാൽ ആ രക്തസാക്ഷി കുടുംബത്തിനുണ്ടാകുന്ന കളങ്കം എത്രത്തോളം വലുതാണ് എന്ന് ജി സുധാകരനെ പോലെ വളരെ സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് മാത്രവുമല്ല, ജി സുധാകരൻ നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ തന്നെ വളരെ സമർത്ഥനായ രാഷ്ട്രീയ നേതാവാണ്. എന്ത് എപ്പോൾ എവിടെ പറയണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജി സുധാകരനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപക്ഷെ വിദൂരമായി കളം മാറി വലതുപാളയത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല.